എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഈ വരുന്ന ആഴ്ച നമുക്കൊരു ഇന്റർവ്യൂ വീക്കാണ്. കാരണം ഓഗസ്റ്റ് 29, 30, 31, സെപ്റ്റംബർ 1, അതേപോലെ തന്നെ 2, 5 തീയതികളിൽ നമുക്ക് ഇന്റർവ്യൂസ് നടക്കാൻ പോവുകയാണ്. UAE, ഖത്തർ, സൗദി അറേബ്യ എന്നീ GCC രാജ്യങ്ങളിലേക്കാണ് നമുക്ക് ജോലിയൊഴിവുകളുള്ളത്. എല്ലാ കമ്പനികളിലേക്കും സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ അതിൽ സെലക്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസം മുതൽ 45 ദിവസം കൊണ്ട് കയറി പോകാൻ പറ്റുന്ന വേക്കൻസികളാണ് എല്ലാം തന്നെ. ക്ലയന്റ് ഇന്റർവ്യൂ വഴിയാണ് എല്ലാത്തിലേക്കും സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ജോലികളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറായ 9539 12 80 62 നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ജോലി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ CV അയച്ചു തരാനും വിട്ടുപോകരുത്. നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി UAE തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് റീറ്റെയിൽ ശൃംഖലയിലേക്കാണ്, ഒരു ചെയിൻ ശൃംഖലയിലേക്കാണ്. ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്. UAE പോയിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഈ കമ്പനിയെക്കുറിച്ച് പറഞ്ഞു തരേണ്ടതായിട്ടില്ല. UAE പല ഭാഗങ്ങളിലുള്ള ഒരു ചെയിൻ ശൃംഖലയാണ് ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്. ഈ ഒരു കമ്പനിയിലേക്ക് 160-ലധികം ജോലിയൊഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ വെച്ചിട്ടാണ് ക്ലയന്റ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. കേരളത്തിൽ ഒരു ദിവസമല്ല, ഒരു സ്ഥലത്തല്ല ഇന്റർവ്യൂ. 1, 2, 3 ദിവസങ്ങളിലായിട്ട് 3 സ്ഥലങ്ങളിലായിട്ടാണ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം. ആദ്യം നമുക്ക് എന്തൊക്കെ ജോലിയൊഴിവുകളിലേക്കാണ് ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു പോവാം. അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ, സ്പൈസസ് സെയിൽസ് സ്റ്റാഫ്, ഫുഡ് സെയിൽസ് സ്റ്റാഫ്, നോൺ ഫുഡ് സെയിൽസ് സ്റ്റാഫ്, ഫ്രോസൺ പ്രൊഡക്റ്റ് സെയിൽസ് സ്റ്റാഫ്, റോസ്റ്ററി സെയിൽസ് സ്റ്റാഫ്, ലേഡീസ് സെയിൽസ് സ്റ്റാഫ്, ടോയ്സ് ആൻഡ് സ്റ്റേഷനറി സെയിൽസ് സ്റ്റാഫ്, ഇലക്ട്രോണിക്സ് ആൻഡ് മൊബൈൽ സെയിൽസ് സ്റ്റാഫ്, പെർഫ്യൂം സെയിൽസ് സ്റ്റാഫ്, സെക്യൂരിറ്റി ഗാർഡ്സ്, ക്യാഷ്യർ, ഫിഷ് കട്ടർ, ബുച്ചർ, AC ടെക്നീഷ്യൻ, CCTV ടെക്നീഷ്യൻസ്, ക്യാഷ് ഓഫീസേഴ്സ്, റിസീവർ, ഹെൽപ്പർ, ക്ലീനേഴ്സ്, ഹെവി ഡ്രൈവർ, പ്ലംബർ കം ഇലക്ട്രീഷ്യൻ, ലൈറ്റ് ഡ്രൈവർ, ഫ്ലോർ മിൽ മെഷീൻ ഓപ്പറേറ്റർ, സൂപ്പർവൈസർ, ക്ലീനിംഗ് സൂപ്പർവൈസേഴ്സ്, മാനേജർ, വെയർഹൗസ് മാനേജർ, സൂപ്പർ മാർക്കറ്റ് ഇൻചാർജ് എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ഹാഷിം സൂപ്പർ മാർക്കറ്റുകളിലേക്ക് അല്ലെങ്കിൽ ഹാഷിം ഹൈപ്പർ മാർക്കറ്റിലേക്ക് ജോലിയൊഴിവുകൾ വന്നിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ള ലൈറ്റ് ഡ്രൈവർ അതേപോലെ ഹെവി ഡ്രൈവർ പോസ്റ്റുകളിലേക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. കൂടാതെ സൂപ്പർവൈസർ, അതേപോലെ തന്നെ മാനേജർ, സൂപ്പർ മാർക്കറ്റ് ഇൻചാർജ്, വെയർഹൗസ് മാനേജർ, ക്ലീനിംഗ് സൂപ്പർവൈസർ എന്നീ പോസ്റ്റുകളിലേക്ക് GCC എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ചില വേക്കൻസികളിലേക്ക് യാതൊരു തരത്തിലും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം, ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാ കാറ്റഗറികളിലും ഉള്ളവർക്കും ഈ ഒരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു ജോലിയുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ 10 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മന്ത്ലി 2 ദിവസം ഓഫ് ഉണ്ടായിരിക്കും, അതായത് വീക്ക്ലി ഓഫ് അല്ല, മാസത്തിൽ 2 ദിവസം നിങ്ങൾക്ക് ഫുൾ ഡേ ലീവ് എടുക്കാവുന്നതാണ്. 2 വർഷത്തെ പേപ്പറാണ് ഇവിടെ വരുന്നത്. വളരെ ചെറിയൊരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന വേക്കൻസിയാണ് ഹാഷിം ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും തന്നെ. ഇനി ഇന്റർവ്യൂ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയിലേക്കുള്ള ഇന്റർവ്യൂ കേരളത്തിൽ വെച്ച് 3 ദിവസങ്ങളിലായിട്ട് 3 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഓഗസ്റ്റ് 29-ാം തീയതി കൊല്ലത്തും, ഓഗസ്റ്റ് 31-ാം തീയതി മലപ്പുറം ജില്ലയിലും, സെപ്റ്റംബർ 1-ാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് 40 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ് മുൻഗണന ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് GCC എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 43 വയസ്സ് വരേക്കുള്ളവരാണെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ CV അയച്ചു തന്നോളൂ. CV അയച്ചു തരുമ്പോൾ വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി UAE തന്നെയാണ്, അബുദാബിയിലേക്ക് തന്നെയാണ്. അബുദാബിയിലേക്ക് ലൈറ്റ് ഡ്രൈവർ പറഞ്ഞൊരു പോസ്റ്റിലേക്ക് ജോലിയൊഴിവുകളുണ്ട്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉള്ള വേക്കൻസി തന്നെയാണ് കേട്ടോ ഇതും. ഇതിലേക്ക് 1800 UAE ദർഹമാണ് കമ്പനിയുടെ സാലറി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഏകദേശം ഒരു 10-11 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും. അതിൽ 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ടായിരിക്കും. അക്കോമഡേഷൻ അവൈലബിൾ ആണ്, ഫുഡ് അവൈലബിൾ ആണ്. 40 വയസ്സ് വരെയാണ് പ്രായപരിധി. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇവിടെ ചോദിച്ചുള്ള പ്രധാനപ്പെട്ട യോഗ്യത നിങ്ങളുടെ കയ്യിൽ UAE ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് മാനുവൽ അത് വാലിഡ് ഉള്ളത് കയ്യിൽ ഉണ്ടായിരിക്കണം എന്നതാണ്. ഇവിടെ ഇന്റർവ്യൂ അല്ല, ഇവിടെ CV സെലക്ഷൻ ആണ് വരുന്നത്. CV സെലക്ഷന്റെ റിസൾട്ട് നമുക്ക് 1 വീക്ക് കൊണ്ട് ലഭിക്കും. ഇതിലേക്ക് CV അയച്ചു കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 30-ാം തീയതി വൈകിട്ട് 5 മണി വരെ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ CV അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന സെപ്റ്റംബർ 7-ാം തീയതി 8-ാം തീയതിക്കുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. 8-ാം തീയതി കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഓൺലൈൻ ഇന്റർവ്യൂ, അതായത് നിങ്ങളുമായിട്ട് കമ്പനി ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നുണ്ടാകും, ഒരുപക്ഷെ അതും ഉണ്ടാവില്ല. പക്ഷേ ഈ വേക്കൻസി ഡയറക്റ്റ് കമ്പനിയിലേക്കാണ്, NCTNH എന്ന കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും ഈ ഫുഡ് റിലേറ്റഡ് മേഖലയിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് കഴിഞ്ഞാൽ പറഞ്ഞു തരാം. എന്താണെങ്കിലും തന്നെ UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു
ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. 40 വയസ്സ് വരെ പ്രായപരിധി, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിലേക്ക് സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 to 45 ദിവസം കൊണ്ട് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി തന്നെയാണ് ഇതും. മറക്കേണ്ട, ഫുഡ് ആൻഡ് അക്കോമഡേഷനും 1800 UAE ദിർഹമായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. 2 വർഷത്താണ് പേപ്പർ വരുന്നത്. ബാക്കി ഡീറ്റെയിൽസ് വാട്സപ്പ് വഴി നിങ്ങളെ ഞാൻ അറിയുന്നതായിരിക്കും. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്, മക്കയിലേക്കാണ്. മക്കയിലേക്ക് ടാക്സി ഡ്രൈവറായിട്ട് ഒരുപാടധികം ജോലി ഒഴിവുകൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആദ്യമേ ഒരു കാര്യം പറയാം, ഇതിലേക്കുള്ള ഇന്റർവ്യൂ നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 40 ദിവസം കൊണ്ട് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് എംപ്ലോയ്മെന്റ് വിസയിൽ തന്നെ. അങ്ങനെയുള്ള ജോലി ഒഴിവാണ് ടാക്സി ഡ്രൈവർ പോസ്റ്റിലേക്ക്. ഇത്ര മാത്രമേ കമ്പനി ഇവിടെ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടാവണമെന്ന് ചോദിക്കുന്നുള്ളൂ. ഇന്ത്യൻ 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നതാണ്. അതെടുത്തിട്ട് 1 വർഷത്തിന് മേലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 40 വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു ജോലി ഒഴിവിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മൊബൈൽ സ്കിൽ, അതായത് ഈ മാപ്പ് കാര്യങ്ങളെല്ലാം നോക്കാനുള്ള സ്കില്ല് ഉണ്ടായിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കഴിവൊന്നും വേണ്ട, ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സാലറി ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെ ബേസിക് സാലറി അല്ലെങ്കിൽ ഫിക്സഡ് സാലറി വരുന്നത് 1000 സൗദി റിയാലാണ് പ്ലസ് കമ്മീഷൻ. ഇവിടെ കമ്പനി അറിയിച്ചിട്ടുള്ളത് ഒരു മാസം 2000 സൗദി റിയാലിന് മേലെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുമെന്നാണ്. 2000-നും 3500 സൗദി റിയാലിനുള്ളിൽ നിങ്ങൾക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ കഴിയും എന്നാണ് കമ്പനി ഇവിടെ അറിയിച്ചിട്ടുള്ളത്. കാരണം ബേസിക് സാലറി 1000 ഉണ്ട്, പ്ലസ് കമ്മീഷനാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ കഴിയും. മക്കയിലേക്കാണ് ഈ ഒരു ജോലി ഒഴിവ് വന്നിട്ടുള്ളത്. മുസ്ലിം കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. പിന്നെ മക്കയാണ്, ഫുഡ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അതായത് കമ്പനി നിങ്ങൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുകയില്ല. മക്കയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടാകും. അവിടെ നമുക്ക് ഏത് ജോലിയാണെങ്കിലും നമുക്ക് പല ഭാഗങ്ങളിൽ ഫുഡ്, നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്ന ഏരിയകളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡും കിട്ടുന്നുണ്ടാകും. പക്ഷേ കമ്പനി ഇവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്ക ആയതുകൊണ്ട് ഫുഡ് കിട്ടായി, അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്ന പല മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു മാർഗ്ഗത്തിലൂടെയൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ ചിലവാക്കി നിങ്ങൾ ഫുഡ് കഴിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. വീണ്ടും പറയുന്നു, ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യാതൊരു എക്സ്പെൻസും നിങ്ങൾക്ക് റൂമിന് അല്ലെങ്കിൽ അക്കോമഡേഷന് ഉണ്ടാവുകയില്ല. ഇവിടെ നമുക്ക് ഇന്റർവ്യൂ വരുന്നത് ഈ വരുന്ന 31-ാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ്. ക്ലയന്റ് ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് അവൈലബിൾ ആണ്. ഒരുപാടധികം വേക്കൻസികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിന് വരുന്ന ഒട്ടുമിക്ക പേരും സെലക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സ്ആപ്പ് നമ്പറായി 95 39 12 80 62 നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. ബാക്കി ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് വഴി നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് ഖത്തറിലേക്കാണ്. ഖത്തറിലേക്ക് നമുക്ക് ജോലി ഒഴിവുകൾ വന്നിട്ട് കുറേയായി. പലരും നമുക്ക് മെസ്സേജ് അയക്കുന്ന കാര്യമാണ്, ബ്രോ ഖത്തറിലേക്ക് വേക്കൻസി ഒന്നുമില്ല, എന്താണ് ഖത്തറിലേക്ക് വേക്കൻസി ഒന്നും വരാത്തെന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഖത്തറിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഒരു റെസ്റ്റോറൻറ്റ് മേഖലയിലേക്കാണ് ഖത്തറിലേക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 2-ാം തീയതിയാണ്. നമുക്ക് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്, അതേപോലെ അതിലേക്കുള്ള സാലറി കാര്യങ്ങൾ എത്രയൊക്കെയാണ് എന്നുള്ളത് ഒരുമിച്ചാണ് പറഞ്ഞു പോവാം. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ഷെഫ് പോസ്റ്റിലേക്കാണ്. ഈ ഷെഫ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയുന്ന, അതായത് മലബാർ ബിരിയാണി, മലബാർ ഡിഷസ് ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. 2800 മുതൽ 3000 ഖത്തർ റിയാൽ വരെയായിരിക്കും ഈ ഷെഫ് എന്ന പോസ്റ്റിലേക്ക് ഇവിടെ സാലറി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. മിനിമം ഗൾഫിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇനി നാട്ടിൽ നിങ്ങൾക്ക് ഒരു 5, 6, 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു 1, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെ ഈ ഒരു ഇന്റർവ്യൂവിലേക്ക് പരിഗണിക്കുന്നില്ല, ഈ ഒരു ഷെഫ് പോസ്റ്റിലേക്ക്. ഈ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി അസിസ്റ്റന്റ് കുക്ക് എന്ന പോസ്റ്റിലേക്കാണ്. 1500 മുതൽ 1800 ഖത്തർ റിയാൽ വരെയായിരിക്കും സാലറി. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് പൊറോട്ട മേക്കർ എന്നൊരു പോസ്റ്റിലേക്കാണ്. 2400 അല്ലെങ്കിൽ 2700 ഖത്തർ റിയാലിന്റെ ഉള്ളിലായിരിക്കും നിങ്ങൾ സാലറി ഉണ്ടാവുക. ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഇവിടെ ഉണ്ട്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ടീ ആൻഡ് ജ്യൂസ് മേക്കർ പോസ്റ്റിലേക്കാണ്. 1800 ഖത്തർ റിയാൽ മുതൽ 2100 ഖത്തർ റിയാൽ വരെയാണ് ഇവിടെ സാലറി പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കും GCC എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി ബാർബിക്യൂ മേക്കർ എന്നൊരു പോസ്റ്റിലേക്കാണ്. 1700 മുതൽ 2000 ഖത്തർ റിയാൽ വരെയാണ് ഇവിടെ സാലറി പറഞ്ഞിട്ടുള്ളത്. അടുത്ത വേക്കൻസി ചൈനീസ് കുക്ക് പോസ്റ്റിലേക്കാണ്. 2000 മുതൽ 2300 ഖത്തർ റിയാൽ വരെയാണ് ഇവിടെ സാലറി പറഞ്ഞിട്ടുള്ളത്. ഈ പോസ്റ്റുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് GCC എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അടുത്ത വേക്കൻസികൾ വരുന്നത് വെയിറ്റർ, ഫീമെയിൽ വെയിറ്റർ പോസ്റ്റുകളിലേക്കാണ്. 1500 മുതൽ 1800 ഖത്തർ റിയാൽ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും നിങ്ങൾക്ക് GCCയിൽ 1 വർഷത്തെങ്കിലും വെയിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ പരിഗണിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് 5 വർഷത്തിൽ കൂടുതലൊക്കെ ആയിട്ട് ഇവിടെ വെയിറ്റർ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോളൂ. കാരണം സെലക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എക്സ്പീരിയൻസ് മുഖ്യമെങ്കിലേ 5 വർഷത്തിൽ കൂടുതലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്
സെലക്ഷൻ വരാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഫീമെയിൽ കാറ്ററിംഗ് സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്കാണ്. 1600 മുതൽ 1900 ഖത്തർ റിയാൽ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. അവസാനത്തെ വേക്കൻസി നാടൻ പലഹാരം ഉണ്ടാക്കാൻ അറിയുന്ന പോസ്റ്റിലേക്കാണ്. അങ്ങനെയുള്ളവരും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. 1800 മുതൽ 2100. നമ്മുടെ ഉള്ളിവട, പരിപ്പുവട, മുളക് ബജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഗൾഫ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 1800 മുതൽ 2100 സൗദി റിയാൽ വരെയാണ്, ഖത്തർ റിയാൽ വരെയാണ് ഇവിടെ സാലറി പറഞ്ഞിട്ടുള്ളത്. ഷെഫ് അല്ലെങ്കിൽ കുക്ക് പോസ്റ്റുകളിലേക്ക് ഇവിടെ 45 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും 30 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ നിർബന്ധം. ഇവിടെ ഡ്യൂട്ടി വരുന്നത് 2 രീതിയിലാണ്. ഫീമെയിൽസിന് 10 മണിക്കൂർ ഡ്യൂട്ടി, പുരുഷന്മാർക്ക് 12 മണിക്കൂർ ഡ്യൂട്ടിയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഹോട്ടൽ മേഖലയാണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡ്യൂട്ടി സമയം ഞാൻ പറഞ്ഞു. ഇതിന്റെ ഇന്റർവ്യൂ നമുക്ക് നടത്താൻ പോകുന്നത് സെപ്റ്റംബർ 2-ാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ്. പിന്നെ ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പ്രോസസ്സിംഗ് ടൈം ഒരുപാടൊന്നും ആവില്ല. നിങ്ങൾക്ക് ഇവിടെയും 30 to 45 ദിവസം കൊണ്ട് കയറി പോകാൻ പറ്റുന്ന, ഷുവറായിട്ട് കയറി പോകാൻ പറ്റുന്ന, എംപ്ലോയ്മെന്റ് വിസയിൽ കയറി പോകാൻ പറ്റുന്ന വേക്കൻസികളാണ് എല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു ജോലിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്കാണ് ഇന്റർവ്യൂ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ജോലിയൊഴിവുകൾ വന്നിട്ടുള്ളത്. ഇവിടെ അലുമിനിയം സൂപ്പർവൈസർ, അലുമിനിയം ഫോർമാൻ, അലുമിനിയം ചാർജ് ഹാൻഡ്, അലുമിനിയം ഫാബ്രിക്കേറ്റർ അല്ലെങ്കിൽ ഫിറ്റർ, അതേപോലെ തന്നെ സിലിക്കോണിസ്റ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും GCC എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ്. ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. GCC എക്സ്പീരിയൻസ് ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവേണ്ട ആവശ്യമില്ല, CV ജസ്റ്റ് കാണിച്ചാൽ മതി. അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കാം. അലുമിനിയം സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഇവിടെ കമ്പനി പറഞ്ഞിട്ടുള്ള സാലറി 4300 മുതൽ 6000 സൗദി റിയാൽ വരെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. അലുമിനിയം ഫോർമാൻ പോസ്റ്റിലേക്ക് 2300 മുതൽ 3100 സൗദി റിയാൽ. അലുമിനിയം ചാർജ് ഹാൻഡ് പോസ്റ്റിലേക്ക് 2000 മുതൽ 2500 സൗദി റിയാൽ. അലുമിനിയം ഫാബ്രിക്കേറ്റർ അല്ലെങ്കിൽ ഫിറ്റർ പോസ്റ്റിലേക്ക് 1800 മുതൽ 2400 സൗദി റിയാൽ. സിലിക്കോണിസ്റ്റ് പോസ്റ്റിലേക്ക് 1800 മുതൽ 2300 സൗദി റിയാൽ എന്നിങ്ങനെയാണ് ഇവിടെ സാലറി കമ്പനി അറിയിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും GCC എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ അലുമിനിയം സൂപ്പർവൈസർ പോസ്റ്റിലേക്ക്, അതേപോലെ തന്നെ അലുമിനിയം ഫോർമാൻ പോസ്റ്റുകളിലേക്ക് GCC എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അലുമിനിയം ഫാബ്രിക്കേറ്റർ, ഫിറ്റർ പോസ്റ്റുകളിലേക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായാലും മതി. പക്ഷേ നിങ്ങൾക്ക് 4 വർഷത്തോളം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എന്നത് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇനി അഥവാ അതില്ല എങ്കിലും നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ പെർഫോമൻസ് പോലെ ഇരിക്കും സെലക്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആരുണ്ടെങ്കിലും നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഇന്റർവ്യൂ സെലക്ഷൻ വരുന്നത് നിങ്ങളുടെ പെർഫോമൻസ് പോലെ ഇരിക്കും. ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് വെടിവോടെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ സെലക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള പ്രായപരിധി 40 വയസ്സ് വരെയാണ്. 40 വയസ്സിന് താഴെ പ്രായമുള്ള പുരുഷന്മാരെ മാത്രമേ ഈ ഒരു കമ്പനിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല, അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇന്റർവ്യൂ നമുക്ക് വരുന്നത് ഈ വരുന്ന 5-ാം തീയതിയാണ്. ഈ ഒരു ജോലിയിലേക്കും നിങ്ങൾ ഇന്റർവ്യൂ സെലക്ഷൻ വരികയാണെങ്കിൽ ഏകദേശം ഒരു 30 to 50 ദിവസം കൊണ്ട് കയറി പറ്റുന്ന ഒരു വേക്കൻസിയാണ്. സൗദിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ 9539 നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നിലവിലുള്ള ജോലി ഒഴിവുകൾ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഇനി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ജോലി ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക.